ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് ഇറ്റ് വാസ് വെരി പ്രീഷ്യസ്. അത് ഈ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും എൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് ആക്കി. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് കൺവേർട്ടഡ് ടു ലവേഴ്സ്, ദെൻ കൺവേർട്ടഡ് ടു പാർട്ട്നേഴ്സ് ഫോർ ലൈഫ്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഓടി ഓടുന്നു. ഞാൻ ആക്ച്വലി സൗണ്ടിൽ വീണതായിരുന്നു. ഓ കഴിഞ്ഞു. വീട്ടില് പറഞ്ഞ് കറക്റ്റ് ഒരു കൊല്ലം എന്റെ വീട്ടില് 1 ഇയറില് രജിസ്ട്രേഷൻ നടന്നു. അത് കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. ആദ്യം കുറച്ചുകൂടി മുന്നത്തെ ഡേറ്റ്സ് ആണ് കൺഫേം ചെയ്തത്. പിന്നെ വന്ന് ലാസ്റ്റ് 30th ഡിസംബറിൽ തന്നെ എത്തി. അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് ചെറുതാക്കിയിരിക്കും ഈ രണ്ടാമത്തെ അറിയില്ല. ഉള്ളാട്ടുപാറ വീട്ടിൽ അബ്ദുറഹിമാൻ മകൻ അമൽ സിറാജ് യുപി എന്ന ഞാൻ, പട്ടാമ്പറമ്പിൽ വീട്ടിൽ സുരസേനൻ മകൾ ആര്യസേനൻ എന്നവരെ എന്റെ നിയമാനുസൃത ഭാര്യയായി ഇന്നേ ദിവസം സ്വീകരിച്ചിരിക്കുന്നു. പട്ടാമ്പറമ്പിൽ വീട്ടിൽ സുരസേനൻ മകൾ ആര്യസേനൻ എന്ന ഞാൻ, ഉള്ളാട്ടുപാറ വീട്ടിൽ അബ്ദുറഹിമാൻ മകൻ അമൽ സിറാജ് എന്നവരെ എന്റെ നിയമാനുസൃത ഭർത്താവായി ഇന്നേ ദിവസം സ്വീകരിക്കുന്നു. പേരൻസ് സമ്മതിച്ച സ്ഥിതിക്ക് ഞങ്ങളെല്ലാം പ്രോപ്പർ ഒരു അറേഞ്ച് മാരേജ് സെറ്റപ്പിൽ എങ്ങനെ നടക്കും, വിരുന്ന് പോവുക വരാ, ആ രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് സക്സസ് ആക്കിയത് ഞങ്ങളുടെ റിലേറ്റീവ്സ്. അവളെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അതേപോലെ എല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോണതാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണെങ്കിലും എല്ലാവരും അത്രേ മക്കളുടെ ഹാപ്പിനെസ്സിനെ മുന്നോട്ട് വെച്ചിട്ട് അവരത് ഭംഗിയാക്കി. നല്ല അടിപൊളി റിലേഷൻഷിപ്പ് ആണ്. അസൂയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അവള്. Time when it's really hard to find love. They fought for it. They cared for each other so much, and that's what makes it wonderful. And it's a happy ending for everyone. And I just hope they grow this bond more stronger and deeper. That's it. തമ്മിൽ എനിക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നു. ഇവർ നമ്മൾ കോൺടാക്റ്റുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇവർ ഡേറ്റിംഗ് വന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവർ ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ഇത് ആരാ. അവൾ പറയുന്നത് ഫ്രണ്ടാണെന്ന് തന്നെ കുറേ ദിവസം തന്നെ പൊട്ടത്തിയായിട്ട് ലാസ്റ്റിൽ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അവളുടെ ബോയ് ഫ്രണ്ടാണ്.